പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശ്രേഷ്ഠതയേറിയ ശഅബാൻ, ശറഫേറുന്ന ശഅബാൻ, പുതിയ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയാണ് ശഅബാൻ എന്ന പുണ്യമായ ആ ഒരു അതിഥിയെ നമ്മൾ സ്വീകരിക്കേണ്ടത്? കൂട്ടത്തിൽ ഒരൊറ്റ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ കഴിഞ്ഞുപോയ റജബിൽ നമ്മൾ ചെയ്ത അമലുകൾ വെറും വെള്ളത്തിൽ ഒഴുക്കി വിടുന്നതാകും. അതുകൊണ്ട് വളരെയധികം ആണും പെണ്ണും കൃത്യമായി മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള ഒരു കാര്യം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. കേൾക്കാതെ പോകരുതേ. കേൾക്കാതെ പോയാൽ വമ്പൻ നഷ്ടമാണ്, നമ്മുടെ ജീവിതം തന്നെ താറുമാറാകും. അള്ളാഹു കാക്കട്ടെ. ഏതാണ് ആ കാര്യം? ഇന്നത്തെ വീഡിയോയിലുണ്ട്, കേട്ടുനോക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളിൽ, സ്വർഗത്തിൽ കടക്കുന്നവരിൽ പടച്ചവൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടോ എല്ലാം അല്ലാഹു തആല വിട്ടുപുറത്തും മാപ്പ് നൽകുമാറാവട്ടെ. ഇനിയുള്ള ജീവിതകാലം അല്ലാഹുവിനും അവന്റെ റസൂല് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം അല്ലാഹു പ്രധാനിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളായ ആളുകൾ അവർക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ റജബ് മാസം മാത്രം പോരാ, ശഅബാനും വേണം. ഷഅബാൻ മാത്രം പോരാ, റമദാനും വേണം. അപ്പോൾ വളരെയധികം ദുആ ചെയ്ത് കാത്തിരിക്കുന്ന സുന്ദരമായ ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഒരു വലിയ അനുഗ്രഹമായി തന്ന മാസമാണ് റജബ് മാസം. റജബുൻ ഷഹറുല്ലാ എന്നാണല്ലോ, അല്ലെ, അള്ളാന്റെ മാസം എന്നാണ്. അള്ളാഹു പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ച ഒരു മാസമാണ് റജബ്. അത് വിട പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ സമയത്ത് അള്ളാഹു ഈ റജബ് മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും ദിവസം ചെയ്ത നമ്മുടെ നോമ്പ്, നിസ്കാരം, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ദുആ, ദിക്ർ, ഔറാദ്, നമ്മുടെ ഖുർആൻ പാരായണം, സ്വതക്കകൾ എല്ലാം അല്ലാഹു തആല സ്വീകരിക്കണം എന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരു 3 വട്ടം നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ദുആ പറയാം. ഏത് ദുആ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും ഒന്നിച്ചിരുന്ന് വിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം പറഞ്ഞ ദുആയാണ്. ഏതാണത്? ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الله تعالى നമ്മൾ ചെയ്ത അമലുകളെല്ലാം സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉന്നതമായ ഖുർആനിലെ ഒരു സൂറത്ത് എൻ്റെ സഹോദരിമാരെ മറന്നു പോവാതെ നമ്മൾ ഓതണേ. എല്ലാ ദിവസവും നമ്മൾ ഓതാറുണ്ട്. ശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക്, അല്ലെ, സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതാറുണ്ട്. അതിനൊരുപാട് നേട്ടങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം ആ മാസം മുഴുവനും അല്ലാഹു തആല വലിയ ബറക്കത്ത് കൊടുക്കുന്നതാണ്, സമാധാനം കൊടുക്കുന്നതാണ്, ഐശ്വര്യം കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നബി തങ്ങൾ പറയുകയാണ്, ഇന്നി ലഅജിദു ഫീ കിതാബില്ലാഹി സൂറ. സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇന്നി ലഅജിദു ഫീ കിതാബില്ലാഹി സൂറ. ഖുർആനിലെ ഒരു സൂറത്തിനെ ഞാൻ കണ്ടു, ഞാനൊരു സൂറത്തിനെ എത്തിച്ചു. വഹിയ 30 ആയ. ആ സൂറത്തിന് 30 ആയത്തുകളാണുള്ളത്. മൻ ഖറഅഹാ ഇൻദ നൗമിഹി കുതിബ ലഹു 30 ഹസന. ഒരു മനുഷ്യൻ ഇത് രാത്രി പാരായണം ചെയ്താൽ, രാത്രി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാത്രി ഓതാൻ പറ്റിയില്ലെങ്കിൽ പകൽ ഏത് സമയത്ത് ഓതിയാലും കിട്ടുമെന്ന് അർത്ഥം. കുത്തിബ ലഹു 30 ഹസന, 30 നന്മകൾ ഈ സൂറത്ത് ഓതിയാൽ അല്ലാഹു തആല അവനക്ക് രേഖപ്പെടുത്തും. എന്തുട്ട് 30 നന്മ? അതൊന്നും നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ലാഹു ഉദ്ദേശിച്ച 30 നന്മകൾ അല്ലാഹു തആല നമുക്ക് തരും. വ മുഹി അൻഹു 30 സയ്യിഅ, 30 പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. വറുഫിഅ ലഹു 30 ദറജ, 30 പദവികൾ അല്ലാഹു തആല നമുക്ക് ഉയർത്തി തരും. ഈ 30 പദവി എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ പദവി ആയിരിക്കില്ല, നാളെ ആഖിറത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പദവിയായിരിക്കും. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇന്നല്ലാഹ യബ്അസു ഇലൈഹി മലകം മിനൽ മലായിക, ഈ ഒരു സൂറത്ത് ഓതുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ഒരു മലക്ക് കടന്നു വരുന്നതാണ്. എന്നിട്ടോ ആ മലക്കിന് 2 ചിറകുകളുണ്ട്. ലയബ്സു തലഹു ജനാഹുഹു, ആ മലക്കിന്റെ 2 ചിറകുകൾ അതിങ്ങനെ വിരിക്കുന്നതാണ്. വയഹ്ഫദുഹു മിൻ കുല്ലി സൂ, എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹർ, അപകടങ്ങൾ എല്ലാത്തിനെ തൊട്ടും കാവലായി ആ മലക്കിന്റെ ചിറകിന്റെ താഴെയായിരിക്കും ഇവൻ ഉണ്ടാവുക. പിന്നെയോ എന്നിട്ട് പറയുന്നു, വഹിയ മുജാദല തുജാദിലു അനിൽ ഖബ്ർ അൻ സ്വാഹിബിഹ,
ഈ സൂറത്ത് സ്ഥിരമായി ഓതുന്ന ഒരു മനുഷ്യൻ അവൻ ഖബറിലേക്ക് ചെന്നാൽ ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ ഈ സൂറത്ത് അവനിക്ക് വാങ്ങി കൊടുക്കുന്നതാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഏതാണ് ആ സൂറത്ത് എന്നറിയോ? വഹിയ സൂറത്തുൽ മുൽക്ക്, അത് സൂറത്തുൽ മുൽക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് നിലാവ് കണ്ടെന്നറിഞ്ഞാലും ഇല്ലെങ്കിലും സൂറത്തുൽ മുൽക്ക് പാരായണം മറന്നു പോവണ്ടേ. കാരണം ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് തരട്ടെ, ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനുശേഷം നമ്മൾ റജബ് മാസം തുടങ്ങിയത് മുതൽ പറയുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ദുആയില്ലേ, അത് ശഅബാൻ മാസത്തിലും നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ സ്വകാര്യമായ ഏത് ദുആയിലും ഈ ദുആ ഉൾപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും അല്ലാഹു ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ എന്നല്ലേ അതിന്റെ അർത്ഥം? ഇപ്പോൾ റജബൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ ശഅബാനിലാണെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാകും. നമ്മൾ റജബിലാണെങ്കിലും ശഅബാനിലാണെങ്കിലും നമ്മൾ ഈ ദുആ പറയുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് തന്നെ പറയലാണ് നല്ലത്. കാരണം ഒന്ന്, ഹദീസിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണ്. രണ്ടാമത്തേത്, റജബിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബറക്കത്ത് റബ്ബേ അത് ശഅബാനിലും ഇനി വരുന്ന എല്ലാ മാസത്തിലും നീ തുടർത്തി തരണേ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ഈ ദുആ എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിമാരെ, വാപ്പിച്ചുമാരെ, നമ്മൾ സ്ഥിരമായി നമ്മുടെ ദുആകളിൽ ഇനിയും ഉൾപ്പെടുത്താൻ മറന്നു പോവണ്ട. അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ്. അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ എൻ്റെ എല്ലാ മുഅ്മിനീങ്ങൾക്കും അറിയാമല്ലോ, അത് പറയുക. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മച്ചിക്കും വാപ്പിച്ചിക്കും വേണ്ടി ദുആരക്കുക. എങ്ങനെ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ, ആ ദുആ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന ദുആ ഉൾപ്പെടുത്താൻ മറന്നു പോവണ്ട. കൂട്ടത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന ദുആയും നമ്മൾ ഉൾപ്പെടുത്തണേ. ഇന്നത്തെ മഗ്രിബ് നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി നിസ്കരിക്കണം. ഇന്നത്തെ ഇശാ നമസ്കാരം, പിന്നെയോ ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്, അത് കഴിഞ്ഞ വിത്ർ നിസ്കാരമുണ്ട്, പിന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കും, ആ തഹജ്ജുദ് നിസ്കാരം, പിന്നെ സുബഹി നമസ്കാരം, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ ഫർളായ സുന്നത്തായ എല്ലാ നമസ്കാരങ്ങളും കൃത്യമാക്കാൻ മറന്നു പോവണ്ട. കൂട്ടത്തില് ഇനിയുള്ള രാത്രികൾ, ഇനിയുള്ള പകലുകൾ പരമാവധി സ്വലാത്തിന്റെ പേമാരി നമ്മുടെ നാവിൻ തുമ്പിൽ നിന്നും വരേണ്ടതാണ്. സ്വലാത്ത് ഒരുപാട് കണ്ട് പറയണേ. സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത്, താജു സ്വലാത്ത്, കൻസു സ്വലാത്ത്, സ്വലാത്തു തിബ്, സ്വലാത്തുൽ ഫാത്തിഹ്, അതുപോലെ താജു സ്വലാത്ത്, പിന്നെ അദദു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിമിയ്യ, ഇബ്രാഹിമിയ സ്വലാത്ത്, ഇങ്ങനെ അനവധി നിരവധി സ്വലാത്തുകളുണ്ട്. എല്ലാ സ്വലാത്തുകളും ഇങ്ങനെ ആവർത്തിച്ച് പലവട്ടം പറയുക. ഒരുപാട് നേട്ടം. കാരണം ഈ മാസത്തിലാണല്ലോ, ഇനി വരുന്ന ശഅബാൻ മാസത്തിലാണല്ലോ സ്വലാത്തു ചൊല്ലണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട ആയത്ത് ഇറങ്ങിയത് ഈ ഒരു ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്താണെങ്കിലും മതി. ഇതിനും ഒരുപാട് നേട്ടമാണുള്ളത്. പിന്നെ പരമാവധി ദിക്റുകൾ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്ർ മറന്നു പോവണ്ട. നല്ലവണ്ണം ദുആ ചെയ്യുക. പരമാവധി സ്വതക്കകൾ അധികരിപ്പിക്കുക. അതുപോലെ പുരുഷന്മാര് പള്ളിയിൽ ചെന്നാൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് പറയാൻ മറന്നു പോവണ്ട. വിശുദ്ധമായ ഖുർആൻ പതിയെ എടുത്തതിങ്ങനെ ഓതി തുടങ്ങിക്കോ. ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. ഇന്നത്തെ രാത്രിയും ഇനിയുള്ള ദിവസങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ ഹയാത്താക്കാൻ പറ്റിയാൽ വലിയ ഖൈറാൻ. രാത്രി ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക എന്നല്ല. പതിവിന് വിപരീതമായി നമ്മൾ അധികരിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്യുക. കൂടുതൽ റക്അത്ത് നിസ്കരിക്കുക, കൂടുതൽ ഖുർആൻ ഓതുക, കൂടുതൽ ദിക്റുകൾ പറയുക. ഇനി മുതലൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളുവെടുത്തിട്ട് ആയത്തുൽ കുർസിയൊക്കെ പറഞ്ഞ് നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഉറങ്ങാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയോ സൂറത്തുൽ ഇഖ്ലാസിന്റെ പാരായണം ഇനിയുള്ള ദിവസങ്ങളിൽ മറന്നു പോവണ്ട.
ഇനിയുള്ള ദിവസങ്ങളിൽ മറന്നു പോവണ്ട. പിന്നെയോ പരമാവധി ദുആ, ദിക്ർ, ഔറാദുകൾ അധികരിപ്പിക്കുക. പിണങ്ങിയവരോട് നമ്മൾ ഇണങ്ങാൻ നിൽക്കുക, ഇണങ്ങുക. കാരണം ഇനിയും പിണക്കം വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മമാരോട് പറയാനുള്ളത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ഭർത്താവിന്റെ തൃപ്തിയിലാണ്. ഭർത്താവിനോട് കർക്കശ്യത്തോടുകൂടി പെരുമാറുന്ന, ഭർത്താവിനോട് ദേഷ്യപ്പെടുന്ന, ഭർത്താവിനെ തെറിവിളിക്കുന്ന, ഭർത്താവിനെ ഉപദ്രവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. പല സഹോദരന്മാരും പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ, ഏതെങ്കിലും കല്യാണത്തിന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിന് പോകുമ്പോൾ അവിടെ വെച്ചൊക്കെ ഇങ്ങനെ കൈപിടിച്ചിട്ട് ദ്വാരക്കുമ്പോൾ പാവപ്പെട്ട വാപ്പമാര്, പാവപ്പെട്ട സഹോദരന്മാര് അവർ പറയും, ഉസ്താദെ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ ദ്വാരക്കണേ എന്ന് പറഞ്ഞവരുണ്ട്. ഭാര്യയും ഉമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാണ്. ഉമ്മ വയസ്സായ ഉമ്മയാണ്, പിന്നെ ഉമ്മാനെ നോക്കണം. അപ്പോൾ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഉമ്മാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ എന്നോട് ദേഷ്യപ്പെട്ടു. ഒരു സഹോദരൻ വലിയ സങ്കടത്തോടു കൂടി പറഞ്ഞതാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അത് നിങ്ങളുടെ സ്വന്തം ഉമ്മയെയും വാപ്പയെയും പോലെ കാണേണ്ട ഉമ്മയും വാപ്പയുമാണ്. അതുപോലെ തിരിച്ചും എൻ്റെ ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന മരുമക്കൾ അല്ലെ, അത് നിങ്ങളുടെ സ്വന്തം മോളെ പോലെയാണ് നിങ്ങൾ കാണേണ്ടത്. ഇനി എൻ്റെ ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, ഒരുപാട് സഹോദരിമാർ, ഉമ്മമാർ, ഭാര്യമാർ അവർ വലിയ പരാതിയിലാണ്, വലിയ സങ്കടത്തിലാണ്. ഭർത്താവ് എപ്പോഴും ദേഷ്യത്തിലാണ്, എന്തിനും ഏതിനും ഇങ്ങനെ ദേഷ്യപ്പെടുന്നു, അടിക്കുന്നു അല്ലെ, ഭർത്താവ് അടിക്കുന്നു. ചില ജില്ലകളിലൊക്കെ ഭർത്താവിന്റെ കാല് കഴുകി കുടിക്കുന്നൊരു സ്വഭാവം, അത് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. ഒരു സഹോദരി പറഞ്ഞതാണ്, ഒരു സഹോദരി ഇങ്ങനെ വിളിച്ചില്ല, അവരിങ്ങനെ വിഷമം പറഞ്ഞതാണ്. ഭർത്താവ് ഒരുപാട് കള്ളു കുടിച്ചിട്ട് വന്ന് ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, തെറി പറയുന്നു. അവസാനം ആരോ പറഞ്ഞു എന്ന്, ഭർത്താവിന്റെ കാല് കഴുകിയിട്ട് ആ വെള്ളം കുടിച്ചാൽ ഭർത്താവിന്റെ സ്വഭാവം നന്നാവുമെന്ന്, ഭർത്താവിന് നമ്മളോട് ഇഷ്ടമുണ്ടാകുമെന്ന്. അത് ആരാണ് പറഞ്ഞതെന്നറിയില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും വൃത്തികേടാണെന്നേ പറയാനുള്ളൂ. ഭർത്താവിന്റെ കാല് കഴുകിയിട്ട് ആ വെള്ളം കുടിക്കുക, എന്തെന്നത്? അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. അതൊക്കെ ഈ പഴയ ഉമ്മാമാരും ഉപ്പാപ്പാമാരൊക്കെ ചിലപ്പോൾ പറയുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. നബിതങ്ങളുടെ ഒരു ഹദീസുണ്ട്, അതായത് ഏതെങ്കിലും ഒരു പെണ്ണ് അവൾക്ക് അല്ലാത്ത മറ്റാരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു എന്ന്. കാരണം അത്രമാത്രം കടപ്പാടുണ്ട്. ഇതുപോലെ തന്നെ തിരിച്ചുമുണ്ട്. ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുക അല്ലെ. പ്രത്യേകിച്ച് ശഅബാൻ മാസമാണ്, പിന്നെ റമളാനൊക്കെ വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ഈ പിണക്കവും വഴക്കും ഒക്കെയാണെങ്കിൽ അതൊക്കെ നിർത്തി എല്ലാവരും പരസ്പരം പൊരുത്തപ്പെടിപ്പിച്ച് നല്ല രൂപത്തിൽ പോയാൽ റമളാനും കഴിഞ്ഞുപോയ റജബും ഇപ്പോഴുള്ള ശഅബാനൊക്കെ നമുക്ക് അനുകൂലമാകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഭർത്താവിനോട് കർക്കശത്തോടു കൂടി ഭാര്യമാർ പറയാൻ പാടില്ല, വർത്തമാനം പറയാൻ പാടില്ല. ഭാര്യമാരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരോട് അല്ലെങ്കിൽ അവരോട് കടിച്ചു കീറാൻ പോകുന്ന രൂപത്തിൽ എന്ത് ചെയ്താലും കുറ്റം കാണുന്ന ഭർത്താക്കന്മാർ, അങ്ങനത്തെ ഒരു മോശപ്പെട്ട ഭർത്താവായി നമ്മളാരും മാറരുത്. എല്ലാവരോടും, എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഉണർത്തി എന്ന് മാത്രം. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക, സ്വർഗത്തെ ചോദിക്കുക, നരകത്തിൽ നിന്നുള്ള മോചനം ചോദിക്കുക, ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കുക, നമ്മുടെ ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ കടക്കാൻ പറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയൊരു മാസം നമ്മളിലേക്ക് തരുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, നല്ല രൂപത്തിൽ ഈ മാസത്തെ പ്രയോജനപ്പെടുത്താൻ, ഈ മാസത്തിൽ വേണ്ടതുപോലെ ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഒരുപാട് സ്വലാത്തുകൾ പറയാൻ, മുത്ത് റസൂലിന് സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹ്, റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ് എന്നൊക്കെ നമ്മൾ സ്വകാര്യമായി നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോകണ്ട കേട്ടോ. ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. ഒരുപാട് നിരവധി ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.